ഇന്ന് UPSC CSE Prelims questions എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ബട്ട് ഈ CSE Prelims 2023 പലവർക്കും ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഇഫ് യു ഹാവ് എ ബേസിക് ഐഡിയ, ഓക്കെ, നമുക്ക് ലോജിക്കലി ആലോചിച്ച് പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. നമുക്ക് പലപ്പോഴും ഒരു ജനറൽ ഐഡിയ ഉണ്ടാവും അവർ ചോദിച്ച ചോദ്യത്തിനെ പറ്റി, പക്ഷേ എക്സാക്റ്റായിട്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റെന്ന് ചൂസ് ചെയ്യാനാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളത്, അല്ലേ? So I'm going to tell you some of the things that I have used to come to the right answer. Okay. The one thing you need to know is നമുക്ക് ഒരിക്കലും 100% ക്വസ്റ്റ്യൻസും നമുക്ക് അറിയാത്തത് കിട്ടാൻ പറ്റത്തില്ല. ബട്ട് വാട്ട് വി ആർ എയിമിങ് ഫോർ ഇസ് കൃത്യമായിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിലും ഒരു മോർ ദാൻ 50% കറക്റ്റ് ആക്കാൻ നോക്കാൻ. ഓക്കെ. സോ ഒരു 10 ക്വസ്റ്റ്യനിൽ നമുക്കൊരു 2 ഓപ്ഷനോ 3 ഓപ്ഷനോ തമ്മിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊരു 6 or 7 ക്വസ്റ്റ്യൻ എല്ലാം ശരിയാക്കാൻ നോക്കണം. ഓക്കെ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യരുത്. ഓക്കെ. ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈവൻ വെൻ യു ഹാവ് എ ജനറൽ ഐഡിയ വിൽ സീ ഹൗ വി ക്യാൻ കം ടു ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഞാൻ ഇന്ന് 11 to 20 10 ക്വസ്റ്റ്യൻ UPSC CSE Prelims 2023 സെറ്റ് എയിലെ 11 തൊട്ട് 20 വരെയുള്ള 10 ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ പറയുന്നതിനൊപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ. ആൻഡ് ഇഫ് യു ക്യാൻ പോസ് ആൻഡ് think for yourself how you would solve it, that would be great. അത് കഴിഞ്ഞിട്ട് I would tell you how I solved it. ഞാൻ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയായിരുന്നു. അതിൽ I could solve a lot of questions with a general idea. ഒരു ജനറൽ വൈഡ് റീഡിംഗ് ഉണ്ട്, ബട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജനറൽ ഐഡിയ വെച്ചിട്ട് how we can come to right answer എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ. സോ 11th question. Consider the following statements. Statement 1. India, despite having uranium deposits, depend on coal for most of its electricity production. So the statement-based question ആണ്, and they are asking whether both statements are right, whether 2 is the reason for 1, or if 1 is right and 2 is wrong, or if 2 is right and 1 is wrong. Okay. So first statement, India, despite having uranium deposits, depends on coal for most of its electricity production. നമ്മൾ ജനറലി പഠിച്ചു പോകുന്ന സ്റ്റാൻഡേർഡ് ബുക്സും NCERTയും വെച്ചിട്ട് മാത്രം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ യുറാനിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഓക്കെ. കറണ്ട് അഫയേഴ്സിലും വരാറുണ്ട്, അതുപോലെ തന്നെ NCERTയിലും ഉണ്ട് ഇന്ത്യയിൽ യുറാനിയം ഡെപ്പോസിറ്റ്സ്. ഈവൻ ലാസ്റ്റ് ഇയർ കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രാജസ്ഥാനിലും ലഡാക്കിലും ഒക്കെ റിസർവ്സ് ഉണ്ട്, ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റഡീസും ന്യൂസസും ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. മാത്രമല്ല ഇന്ത്യയിൽ യുറേനിയം മൈൻസും ഉണ്ട്. These are all basic NCERT facts, അല്ലേ? ജദുഗുഡ ഇൻ ജാർഖണ്ഡ്, തുമ്മലപ്പള്ളി, ആന്ധ്രാപ്രദേശ്. ഓക്കെ. സോ ഇത്രയും ഒരു ബേസിക് ഫാക്ട് യു ആർ സപ്പോസ് ടു നോ ദാറ്റ് ഇന്ത്യ ഇസ് ഹാവിങ് യുറാനിയം ഡെപ്പോസിറ്റ്. ഓക്കെ. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ കോൾ ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. ദിസ് ഈസ് ഓൾസോ എ ഫെയർലി ബേസിക് ഫാക്ട്. അതായത് ഇന്ത്യൻ്റെ എനർജി മിക്സിൽ ഇപ്പോഴും ഒരു 40 തൊട്ട് 50% വരെ കോൾ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് ഓൾമോസ്റ്റ് UPSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന തന്നെ ഒരു കാര്യമാണ്. കറണ്ട് അഫയേഴ്സിലും എപ്പോഴും വരും, എക്കണോമിക് സർവേ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലുമുണ്ട്. ഓക്കെ. ദിസ് ഇസ് എ ഫെയർലി വെൽ നോൺ ഫാക്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ എനർജി മിക്സ് എന്തായാലും അറിയണം. ഒരു ബേസിക് ആയിട്ട് എക്സാക്ട് നമ്പർ അറിയണ്ട, അത് ഓരോ വർഷം ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടാവും. ബട്ട് ഇൻ ജനറൽ ഒരു 40 to 50% കോളാണ്. അറൗണ്ട് സെയിം 5 to 6% മൈറ്റ് ബി ന്യൂക്ലിയർ എനർജി, വിൻഡിന് എത്രയാണ്, സോളാറിന് എത്രയാണ്. ഓക്കെ. ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ വേണം. എവറി ഇയർ ഇറ്റ് വിൽ ചേഞ്ച് എ ബിറ്റ്, ബട്ട് നോ എ ബേസിക് ഐഡിയ. ഓക്കെ. സോ ദിസ് ഐ എം അസ്യൂമിങ് മോസ്റ്റ് ഓഫ് യു വുഡ് ഗെറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 മോസ്റ്റ് ഓഫ് യു വുഡ് നോ. അതിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് ഓവർ തിങ്ക് ചെയ്തിട്ട് 50% കൂടുതൽ കോളാണെങ്കിൽ മാത്രമേ ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ നോ സം പീപ്പിൾ ഹു ഹാവ് ഓവർ തിങ്ക് ലൈക്ക് ദാറ്റ്. ഒരു ജനറലി ഏറ്റവും കൂടുതൽ കോൾ തന്നെയാണ്. അറൗണ്ട് 40 to 50% സ്റ്റിൽ കോൾ. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റിൽ ഡിപ്പെൻഡ്സ് ഓൺ കോൾ ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് എനർജി പ്രൊഡക്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് യു വുഡ് നോ. സ്റ്റേറ്റ്മെൻറ്റ് 1. 2. Uranium enriched to the extent of at least 60% is required for the production of electricity. Okay. This is a slightly harder question. Okay. Harder statement ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഓക്കെ. ഇറ്റ്സ് നോട്ട് ഈസി ടു നോ വെദർ ദിസ് ഇസ് റൈറ്റ് ഓർ റോങ് ഇഫ് യു ഡോണ്ട് ഹാവ് എ ഐഡിയ ഓഫ് എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ. സോ ഇൻ ജനറൽ സം പീപ്പിൾ ഹാവ് ദിസ് ലോജിക് ദാറ്റ് അറ്റ്ലീസ്റ്റ് 60% വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ മോസ്റ്റ്ലി കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ആൻഡ് അറ്റ് എ ലോട്ട് ഓഫ് പ്ലേസസ് ദാറ്റ് ആക്ച്വലി വർക്ക്സ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അത് വർക്ക് ചെയ്യത്തില്ല.
സോ ദ തിങ് ഇസ് യുറേനിയത്തിന് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറിച്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഒരു ലോ എൻറിച്ച്മെൻ്റ് ഉണ്ട്, ഹൈ എൻറിച്ച്മെൻ്റ് ഉണ്ട്, പിന്നെ വെപ്പൺസ് ഗ്രേഡ് എൻറിച്ച്മെൻറ്റും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ കം ടു ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിക്കോസ് കറക്റ്റ് നമ്പർ ഐഡിയ ഇല്ലെങ്കിലും ഇഫ് യു നോ ദാറ്റ് ദർ ഇസ് ലോ എൻറിച്ച്മെൻറ്റ്, ഹൈ എൻറിച്ച്മെൻറ്റ് ആൻഡ് വെപ്പൺസ് ഗ്രേഡ്, then you can maybe come to the correct answer. So weapons grade എന്ന് പറയുമ്പോൾ it has to be highly enriched അല്ലേ, കാരണം ചെറിയൊരു വോള്യത്തിൽ നിന്ന് തന്നെ യുറേനിയം U35. ഓക്കെ, എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുറാനിയത്തിൽ എത്ര യുറേനിയം 235 ഉണ്ടാവും എന്നുള്ള അല്ലേ. യൂഷ്വലി യുറാനിയം 238 ആണ് നാച്ചുറലി കാണുന്നത്, അതിൽ നിന്ന് നമ്മൾ റിഫൈൻ ചെയ്തിട്ടാണ് 235 ഉണ്ടാക്കുന്നത്. അപ്പം ഒരു മാസിൽ എത്ര U235 ഉണ്ടാവും എന്നതാണ് എൻറിച്ച്മെൻറ്റിൻ്റെ മീനിങ്. സോ ഒരു കറണ്ട് അഫയേഴ്സിലൊരു ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇറാനിലൊക്കെ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എൻറിച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് IAEയും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും അതുപോലെ US ഒക്കെ പറയാറുണ്ട്. സോ ഇങ്ങനൊരു ന്യൂസ് വായിച്ചിട്ടുണ്ടെങ്കിലും ഓൾസോ യു ക്യാൻ മേ ബി കം ടു ദ കറക്റ്റ് ആൻസർ. സോ ഒരു 80% കൂടുതലാണ് എപ്പോഴും വെപ്പൺസ് ഗ്രേഡിന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹൈ ഗ്രേഡിനോ ഹൈ എൻറിച്ച്മെൻറ്റിന് റഫ്ലി 50 to 60% വേണം. പക്ഷേ ഒരു കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ സിവിലോ ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന് ഇത്രയും വേണ്ട, കുറച്ച് മതി. ഓക്കെ, ഒരു 3 to 5% എൻറിച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതൊരു സ്റ്റേഷനറി സ്ഥലമാണ്, നമുക്ക് വോളിയം ഇസ് നോട്ട് എൻ ഇഷ്യൂ. സോ അത്യാവശ്യം വലിയൊരു മാസിൽ നിന്ന് തന്നെ കുറച്ച് എൻറിച്ച്ഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ വി ക്യാൻ ഗെറ്റ് ഇനഫ് ഓഫ് U235 ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ഈ ഒരു ബേസിക് കൺസെപ്റ്റിൻ്റെ ഒരു ഐഡിയ വേണം, ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ നമ്പർ എന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ടു ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ബട്ട് ദിസ് ഇസ് അഗെയിൻ എ ലിറ്റിൽ ബിറ്റ് നോളജ് ഡിപ്പെൻഡൻറ്റ്. നമുക്ക് ഈ ഒരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ സ്ലൈറ്റ്ലി ഹാർഡർ ക്വസ്റ്റ്യൻ ആൻഡ് ഐ അഗ്രി വിത്ത് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദി എനർജി മിക്സ്. റഫ്ലി 51% കോളുന്നുണ്ട്, ദാറ്റ് വേരീസ്. ഇപ്പം കുറച്ച് 15 താഴെ പോയിട്ടുണ്ട് ഇൻ ജനറൽ, ബട്ട് യു നീഡ് ടു ഹാവ് എ ജനറൽ ഐഡിയ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി എൻറിച്ച്മെൻറ്റ്. ഓക്കെ, സോ ഒരു നാച്ചുറൽ യുറാനിയത്തിൽ 0.7% U235 കാണത്തുള്ളൂ. പക്ഷേ ലോ എൻറിച്ച്ഡ് ആകുമ്പോഴത്തേക്കൊരു 5%, 3 to 5% ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഇനഫ് ഫോർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഫോർ വെപ്പൺസ് ഗ്രേഡ്. ഓക്കെ, ഹൈ ആൻഡ് വെപ്പൺ ഗ്രേഡ് ആർ ബോത്ത് യൂസ്ഡ് ഇൻ അറ്റോമിക് ബോംബ്സ്. ഓക്കെ, so current affairs, if you have a general reading, maybe you will remember this, because when you know that high enrichment and weapon grade is banned or it is highly regulated, okay, appathekku you can guess. And this is the general basins of uranium deposits in India. ഇപ്പം കുറച്ച് പുതിയ സ്ഥലങ്ങളിലൊക്കെ കണ്ടുപിടിച്ച് വരുന്നുണ്ട്, but make sure that you know the mines and reserves of most of the commonly asked minerals, whether it is iron, coal, uranium, titanium, ഇങ്ങനെയുള്ള, പിന്നെ അലൂമിനിയം, മൈക്ക. NCERTയിൽ കൊടുത്തിട്ടുണ്ട്. NCERT you are supposed to study and go. ഓക്കെ, അതിൽ അധികം കോംപ്രമൈസ് ചെയ്യണ്ട. Because with this knowledge we can derive answers for a lot of questions. We'll go to 12th question. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലവരും ആദ്യം മാർസൂപ്പിയൽസ്, ഓക്കെ മാർസൂപ്പിയൽസിനെ പറ്റി ഞാൻ അധികം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിടും. പക്ഷെ ഇങ്ങനെ വിടാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുവാണെങ്കിൽ കുറേയൊക്കെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ബിക്കോസ് എനിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാർസൂപ്പിയൽസ് എന്താ എന്ന് മാത്രമേ അറിയുന്നുണ്ടായുള്ളൂ, അതിനെപ്പറ്റി അധികം കൂടുതലായിട്ടൊന്നും അറിയുന്നുണ്ടായില്ല. പക്ഷെ നമുക്ക് മാർസൂപ്പിയൽസിനെ വെച്ചിട്ടുള്ള തന്നെ ഒരു ജനറൽ ഐഡിയ എന്ന് വി ക്യാൻ കം ടു ദി ആൻസർ. സോ സ്റ്റേറ്റ്മെൻറ്റ് സേയിങ് മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഫസ്റ്റ് തിങ്, മാർസൂപ്പിയൽസ് ഓൾ ഐ ന്യൂ വാസ് ബേസിക്കലി ഒരു പൗച്ച് ഒക്കെ ഉള്ള ആനിമൽസ് ആണ്. ഇത്ര മാത്രമേ എനിക്കും അറിയുന്നുണ്ടായുള്ളൂ. മോസ്റ്റ്ലി ഒരു ജനറൽ റീഡിങ്ങുള്ള എല്ലാവർക്കും ഇത്ര അറിയുന്നുണ്ടാവും. ദിസ് ഇസ് സംതിങ് ദറ്റ് മോസ്റ്റ് പീപ്പിൾ വുഡ് നോ. ലൈക്ക് എക്സാമ്പിൾ കങ്കാരൂസ്, കോഅലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് മാർസൂപ്പിയൽസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി പറയുകയാണ് മാമൽസ് വിത്ത് പൗച്ചസ് വേർ ദർ ഇൻ ഓഫ് സ്പ്രിങ് ഇസ് ബോൺ പ്രിമച്വർലി ആൻഡ് നറിഷ്ഡ് ആൻഡ് ഗ്രോ ഫ്രം ദ പൗച്ച്. ഇങ്ങനെയുള്ള നിങ്ങളും കേട്ടിട്ടുണ്ടാവും കങ്കാരൂസിനെയൊക്കെ മാർസൂപ്പിയൽസിന് വിളിക്കുന്നത്. സോ ഇത്ര ഉണ്ടെങ്കിൽ തന്നെ വി ക്യാൻ തിങ്ക് ദാറ്റ് നമ്മൾ കേട്ടിട്ടുള്ള മാർസൂപ്പിയൽസ് ഒന്നും ഇന്ത്യയിലുള്ളതല്ല, അല്ലേ? കങ്കാരു ആയാലും കോല ആയാലും. രണ്ടാമത്, നമ്മൾ ഇന്ത്യയിലുള്ളതൊക്കെ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. നിങ്ങൾ കറണ്ട് അഫയേഴ്സൊക്കെ കുറേ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡും ആയിട്ടുള്ള മാമൽസിനെ പറ്റിയൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടും ഉണ്ടാവും.
അതിൻ്റെ ഇടയിലൊന്നും മാർസൂപ്പിയൽസിനെ പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല അല്ലേ. ഏതൊരു കറണ്ട് അഫയേഴ്സ് മാഗസിനും ന്യൂസ് പേപ്പറും ഒക്കെ വായിക്കുമ്പോഴും നമ്മൾ മാർസൂപ്പിയൽസിനെ പറ്റി കേട്ടിട്ടില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ വി ക്യാൻ അസ്യൂം 1 to be right. ഓൾസോ വൺ മോർ തിങ്, ഇതിൻ്റെ വേർഡിങ് ശ്രദ്ധിക്കണം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരും വേർഡിങ് കാണുമ്പം. മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇങ്ങനെയുള്ള ക്വാളിഫയേഴ്സ്, അഡ്ജക്റ്റീവ്സ് യൂഷ്വലി തരുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആക്കാനാണ്. ഓക്കെ, ഇപ്പം അപ്രോക്സിമേറ്റ്ലി, നാച്ചുറലി, മോസ്റ്റ്ലി, എറൗണ്ട്, ഇതെപ്പോഴും ഈ ലോജിക്ക് വർക്ക് ചെയ്യത്തില്ല. ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് തെറ്റുകയും ചെയ്യാം. പക്ഷേ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരും. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു 70-80% ക്വസ്റ്റ്യൻസിലും മിക്കവാറും കറക്റ്റ് ആയിരിക്കും. സോ വാട്ട് വി ഡു ഇസ്, ഇങ്ങനെ നാച്ചുറലി എന്നുള്ള ക്വാളിഫയേഴ്സ് ഒക്കെ വരുമ്പോൾ വിൽ ബൈ ഡിഫോൾട്ട് അസ്യൂം ഇറ്റ് ടു ബി റൈറ്റ്. ബട്ട് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ലോജിക്, ഓക്കെ ദിസ് ഇസ് റോങ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ വി വിൽ തിങ്ക് ദാറ്റ് ഇസ് റോങ്. ബൈ ഡിഫോൾട്ട് മോസ്റ്റ്ലി ഇറ്റ് ഇസ് റൈറ്റ്. ഇനി മാർസൂപ്പിയൽസ് ക്യാൻ thrive only in montane grasslands with no predators. This is not something that we would naturally know, അല്ലേ, നമുക്ക് ആലോചിച്ചെടുക്കേണ്ടതാണ്. സോ ഡോണ്ട് ഹാവ് എ ഹെസിറ്റേഷൻ ടു തിങ്ക് ആൻഡ് ആൻസർ. ഓക്കെ, പലവരും ഇതിൽ ഒരു ഹെസിറ്റേഷൻ വരുന്നത് ഇത് തെറ്റുമോ എന്ന് പേടിച്ചിട്ടാണ്. നിങ്ങളത് അത്യാവശ്യം ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു 10 ചോദ്യം ചെയ്യുമ്പം അതിൽ 7 എണ്ണം എല്ലാം ശരിയാകും. ഓക്കെ, ഇടയ്ക്ക് തെറ്റിയാലും കുഴപ്പമില്ല. ഇൻ ജനറൽ our logic would give us more marks than not attempting. So think for 1 minute. Montane grasslands. Usually marsupials എവിടെയൊക്കെയാണ് കണ്ടുവരുന്നത്? നമുക്ക് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്നറിയാം. ഓക്കെ, അവിടെ മൊണ്ടൈൻ ഗ്രാസ്ലാൻഡ്സ് ആണോ, അതോ സവാനയാണോ, ഓർ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണോ, ഓർ ടൈഗയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. മോസ്റ്റ്ലി നമ്മൾ ഓസ്ട്രേലിയ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുമ്പോൾ എന്താ വരാറ്? കുറേ പ്ലെയിൻ ആയിട്ടുള്ള അല്ലേ, ഒത്തിരി വലിയ കാടുകളല്ല, ഡെസേർട്ട്സ് ഉണ്ട് അവിടെ, ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. ഓക്കെ, കാരണം ഇതെന്താ, ടെമ്പറേറ്റ് റീജിയൻസാണ്. ടെമ്പറേറ്റ് റീജിയൻസിൽ മൊണ്ടൈൻ ഗ്രാസ് ലാൻഡ്സ് ആർ കോമൺ, റൈറ്റ്? സോ ദാറ്റ് മേക്സ് സെൻസ്. പിന്നെ വിത്ത് നോ പ്രെഡറ്റേഴ്സ്, നമുക്കറിയാവുന്ന കങ്കാരു ആയാലും കോല ആയാലും പോസം ആയാലും എല്ലാം എന്താ സ്ലോ ആയിട്ടല്ല. എസ്പെഷ്യലി കോലാസ് ഒക്കെ സ്ലോ ആണ്, അതിനധികം അറ്റാക്കിംഗ് കേപ്പബിലിറ്റീസ് ഒന്നുമില്ല. സോ ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് പ്രെഡറ്റേഴ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ലോ ആയിട്ടുള്ള അറ്റാക്കിംഗ് അബിലിറ്റീസും ഡിഫെൻസീവ് അബിലിറ്റീസും ഇല്ലാത്ത ആനിമൽസ് എല്ലാം ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ദം ടു സർവൈവ്, റൈറ്റ്? സോ ഇറ്റ് മേക്സ് സെൻസ്. പിന്നെ എഗെയിൻ ഇവിടെ ഒരു ക്വാളിഫയർ ഉണ്ട്. ഓൺലി എന്നുള്ള ഒരു ഇറ്റ്സ് എൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അവർ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് മൗണ്ടെയിൻ ഗ്രാസ് ലാൻഡ്സ് വിത്ത് നോ പ്രെഡറ്റേഴ്സ്. ഇപ്പോൾ മൗണ്ടെയിൻ ഗ്രാസ് ലാൻഡ്സ് ഒന്നും അല്ല, അവർ കുറേ കൂടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് നോ പ്രെഡറ്റേഴ്സിന് എഴുതുന്നതെന്നും നമുക്ക് ഒരു ലോജിക്കലി തിങ്ക് ചെയ്യാം. വൺ മോർ തിങ്, ഞാനിത് ആലോചിച്ചപ്പം ഞാൻ കങ്കാരൂസിനെ പറ്റി ആലോചിച്ചു. കങ്കാരൂസിൻ്റെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ പുൽമേടിലൊക്കെ നിൽക്കുന്ന കങ്കാരൂസിനെയാണ്. ഓക്കെ, എൻ്റെ മനസ്സിൽ നാറ്റ് ജിയോഗ്രഫിക്കലിനെ പറ്റി ഞാൻ കണ്ടൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും പുൽമേടുകളിലാണ് കങ്കാരൂസിനെ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോഴും ദിസ് ഇസ് റൈറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഐ അസ്യൂംഡ് ബോത്ത് ടു ബി റൈറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ദിസ് ഈസ് സംതിങ് മോസ്റ്റ് ഓഫ് യു ക്യാൻ കം ടു, റൈറ്റ്? നിങ്ങൾക്ക് ഇഫ് ഐ എം ടെല്ലിങ് യു ദറ്റ് യു ഹാവ് ടു ആൻസർ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി ചൂസ് ചെയ്യുക ബോത്ത് ആർ റൈറ്റ് എന്ന് തന്നെ ആയിരിക്കും. വാട്ട് മോസ്റ്റ് ഓഫ് യു വുഡ് ഡു ഇസ് ബട്ട് യു വുഡ് ലീവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലീവ് ചെയ്യാണ്ട് ഇഫ് യു അറ്റംപ്റ്റ് ഇറ്റ് മോസ്റ്റ് ഓഫ് യു വുഡ് ഗെറ്റ് ദിസ് ആസ് റൈറ്റ് ആൻസർ. ഓക്കെ, ദീസ് ആർ സം മാർസൂപ്പിയൽസ്. ഇത് ഞാൻ കങ്കാരുവിൻ്റെ ഒരു പിക്ചർ ഇട്ടത്. എൻ്റെ മനസ്സിലും കങ്കാരു എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാസ് ലാൻഡ്സിലെ പിക്ചേഴ്സാണ് വരാറ്. ഓക്കെ, ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, again this is a question which is relatively hard to get if you do not have much idea. Okay, ഇത് ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓൾസോ ലോജിക്കലി നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അൺലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഇഫ് ഐ ടെൽ യു ഹാവ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ, നിങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ആൻസറിലോട്ട് എത്തിയെന്ന് വരത്തില്ല. വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു ഇസ് ഐ ഗോട്ട് ദിസ് ഇൻ ദി ആക്ച്വൽ എക്സാം പാർട്ട്ലി ബിക്കോസ് ഇത് കറണ്ട് അഫയേഴ്സിൽ ഇത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു ഹാവ് എ വൈഡർ റീഡിങ് ഓഫ് കറണ്ട് അഫയേഴ്സ് യു വുഡ് ഹാവ് കം അക്രോസ് ദിസ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മറന്നു പോകും. ഓക്കെ, കാരണം നമ്മളെല്ലാം കറണ്ട് അഫയേഴ്സിൽ ഇരുന്ന് ഓർത്തിരിക്കത്തില്ല. ബട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒരു 1.5 years കവർ ചെയ്തിട്ടുണ്ട്. ദിസ് ഹാസ് ഡെഫിനറ്റ്ലി കം. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ്.
സ്പീഷീസിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കൂടുതലും ആരാണ്? ഓക്കെ, സ്പീഷീസ് ലിസ്റ്റ് വെൻ വി ആർ തിങ്കിങ് മോസ്റ്റ്ലി സ്പീഷീസ് കൺസർവേഷന് കുറച്ചും കൂടെ മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ് സ്പീഷീസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാറ്. ഇപ്പം ഇതിനകത്ത് UNEPയും UNWEDയും കുറേ കൂടെ ലാർജ് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യാറ്. ക്ലൈമറ്റ് ചേഞ്ച് ആയാലും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്പീഷീസിലോട്ട് നാരോ ഡൗൺ അല്ല ചെയ്യാറ്. അവർ മേജർ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ഇങ്ങനെയുള്ള കുറച്ചും കൂടെ ലാർജ് സ്കെയിലിലോട്ടാണ് പോവാറ്. ഡസൻറ്റ് മീൻ ഇറ്റ് കനോട്ട് ബി. പക്ഷെ വെൻ വി ഹാവ് ടു ചൂസ് വൺ വി വുഡ് ഫോക്കസ് മോർ ഓൺ സംതിങ് ദാറ്റ് വി ഓൾറെഡി നോ ഹാസ് എ ലിസ്റ്റ് ഓഫ് സ്പീഷീസ്. കാരണം ഇതിനകത്ത് IUCN വി ഓൾറെഡി നോ ഹാസ് എന്താ റെഡ് ലിസ്റ്റ് ഉണ്ട്, ലൈക്ക് റെഡ് ബുക്ക് of endangered species. We already know that they are doing something of this sort. WWF വരാൻ സാധ്യതയുണ്ട്. But still നമുക്ക് ഇതിൽ നിന്ന് if you have to choose one, eliminate B and C. Okay, because A already has a precedence of doing something similar. Invasive species specialist group. Because invasive species വരുമ്പോഴും what happens is some of the other species would get endangered അല്ലേ. And IUCN already has a book, red book for endangered species. So it makes sense to think that invasive species specialist group belongs to which of the organization ചോദിക്കുമ്പം IUCN. Okay, എപ്പോഴും നമുക്കിങ്ങനെ ലോജിക്കലി എത്താൻ പറ്റത്തില്ല. But still this is a logic I used and I got it right in the exam as well. And നമുക്ക് ഇൻറ്റ്യൂഷൻ വെച്ചിട്ടും എനിക്ക് IUCN തന്നെയാണ് വന്നത്. കാരണം ലൈക്ക് ഐ സെഡ് ഞാൻ കറണ്ട് അഫയേഴ്സിൽ പണ്ടെങ്ങാണ്ട് വായിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് റീകോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ഐ വാസ് നോട്ട് ഷുവർ വിച്ച് ഓഫ് ഇറ്റ്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് IUCN തോന്നി. ലോജിക്കലി IUCNലോട്ട് ഐ കുഡ് മേക്ക് എ ലോജിക്. സോ ഐ വെൻറ്റ് വിത്ത് IUCN. ഓക്കെ, ബട്ട് ദിസ് ഈസ് ഓൾസോ എ ക്വസ്റ്റ്യൻ ദാറ്റ് യു മൈറ്റ് ഗെറ്റ് റോങ് ആൻഡ് ഇറ്റ് ഇസ് ഓക്കെ. 14. ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആരും പഠിച്ചു പോകുന്നതല്ല. ഓക്കെ, ഇതൊക്കെ അവിടെ വെച്ച് തന്നെ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഫോണ: lion-tailed macaque, Malabar civet, sambar deer. How many of the above are generally nocturnal or most active after sunset? Again, idakka take a minute, think. If I have to tell you that you have to do this question, okay, endayalum cheyide pattuthu ennu njan parayuvaanengil most of you would actually come to the right answer. അവിടെ നിന്ന് ഇത് വിട്ടാലോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നതുകൊണ്ടാണ് പലവരും ഇത് ആൻസർ ചെയ്യാണ്ട് പോകുന്നത്. അല്ലാണ്ട് ഒന്ന് ട്രൈ ചെയ്താൽ most of you would get the right answer. So lion-tailed macaque. What I thought is macaque is generally ഒരു പ്രൈമേറ്റ് ആണല്ലേ, ഹ്യൂമൻസിനെയൊക്കെ പോലുള്ളൊരു പ്രൈമേറ്റ് ആണ്. യൂഷ്വലി മങ്കീസൊക്കെ ഈവൻ ഇഫ് യു ആർ ഗോയിങ് ത്രൂ മേ ബി ഏതെങ്കിലും വയനാട് ചുരമോ ഓർ ഇൻ ജനറൽ മങ്കീസൊക്കെ രാവിലെയൊക്കെ ആക്റ്റീവായിട്ടുള്ളതാണ്. രാവിലെയൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ മലയോര മേഖലയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ അടുത്തൊക്കെ മങ്കീസിനെ കാണും. അത് രാവിലെ ആക്റ്റീവായിട്ടുള്ളതാണ്. സോ മക്കാക്കും ഞാൻ അതുപോലെ അസ്യൂം ചെയ്തു. ബിക്കോസ് എനിക്ക് എക്സാക്ട്ലി മക്കാക്സിൻ്റെ കാര്യം അറിയില്ല, രാത്രിയാണോ രാവിലെയാണോ എന്ന്. പക്ഷേ ഇൻ ജനറൽ ചിമ്പാൻസി, മങ്കി ഇങ്ങനെയുള്ള പ്രൈമേറ്റ്സിനെയൊക്കെ ഐ തോട്ട് രാവിലെ ആക്റ്റീവാണ്. അത് നൊക്ടേണൽ ആകേണ്ട കാര്യമില്ല മക്കാക്ക്. ഇനി ലയൺ-ടൈൽഡ് മക്കാക്ക് സ്പെസിഫിക് ആയിട്ട് അറിയില്ലെങ്കിലും ഇൻ ജനറൽ എനിക്ക് തോന്നി. മലബാർ സിവറ്റ് നൊക്ടേണൽ ആണോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ മലബാർ സിവറ്റിനെ പറ്റി കറണ്ട് അഫയേഴ്സ് വായിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. കാരണം ഏതൊരു കറണ്ട് അഫയേഴ്സ് മാഗസിൻ വായിച്ചാലും മലബാർ സിവറ്റ് വരും. ഞാനും ഇതുപോലെ തന്നെ മലബാർ സിവറ്റിനെ പറ്റി വായിച്ചിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ സ്റ്റാറ്റസും ഒക്കെ. ബട്ട് നൊക്ടേണൽ ആണോ അല്ലേന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പം മലബാർ സിവറ്റിന് ഞാൻ പിക്ചർ ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാ പിക്ചേഴ്സും തന്നെ രാത്രി എടുത്ത പിക്ചേഴ്സാണ്. ഓക്കെ, ഞാൻ ഏത് സ്പീഷീസ് പഠിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ പിക്ചർ ഒന്ന് നോക്കാറുണ്ട്. കാരണം എനിക്കൊരു പിക്ചർ ഉണ്ടെങ്കിൽ മനസ്സിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു വേർഡായിട്ട് അങ്ങനെ കിടക്കും. ഒരു പിക്ചർ വെച്ച് പഠിക്കുമ്പോൾ മനസ്സിൽ ഓർത്തിരിക്കാൻ എളുപ്പമായത് കാരണം തന്നെയാണ് ഞാൻ പിക്ചേഴ്സ് നോക്കാറ്. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പിക്ചേഴ്സ് രാത്രി എടുത്ത പിക്ചേഴ്സാണ്, മലബാർ സിവറ്റിൻ്റെ ഒക്കെ അല്ലേ. അപ്പം മലബാർ സിവറ്റ് അതുകൊണ്ട് ഐ അസ്യൂം ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് നൊക്ടേണൽ. സാമ്പാർ ഡിയർ. പൊതുവേ ഡിയേഴ്സൊക്കെ നമുക്കിപ്പോൾ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി പോയിട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ സഫാരി ആൻഡ് യു വോണ്ട് ടു സീ എ ഡിയർ, മോസ്റ്റ്ലി അവർ പറയും ഒന്നെങ്കിൽ അതിരാവിലെ പോകണം അല്ലെങ്കിൽ വൈകുന്നേരം അല്ലേ, സന്ധ്യ നേരത്ത് പോകണം. ഈ സമയത്തൊക്കെ ആയിരിക്കും ഡിയർ, മാനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടാവുക. അപ്പം സാമ്പാർ ഡിയർ
ഇനിയിപ്പോൾ നൊക്ടേണൽ ആണോ അല്ല എന്നാണ് എനിക്ക് ഡൗട്ട് വന്നത്. കാരണം എനിക്കറിയാം അത് രാവിലെ ഡസ്കിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കി. ആർ ജനറലി നൊക്ടേണൽ ഓർ മോസ്റ്റ് ആക്റ്റീവ് ആഫ്റ്റർ സൺസെറ്റ്? അവർ ജനറലി ആണ് ചോദിക്കുന്നത്, ഒരു വൈഡായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി അല്ല, ജനറലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം സാമ്പാർ ഡിയർ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പുറത്തിറങ്ങും, ആ നേരത്തൊക്കെയാണ് പുറത്തിറങ്ങാറെന്ന് എനിക്കൊരു മനസ്സിൽ തോന്നി. സോ ഫോർ മീ ഇഫ് ഐ ഹാവ് ടു ചൂസ് എൻ ആൻസർ, ഐ വുഡ് ചൂസ് 2 and 3 ആസ് nocturnal and 1 as not nocturnal. Okay. So അതുകൊണ്ട് തന്നെ I went for only 2 and that was the correct answer. ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എല്ലാ ചോദ്യവും എന്തായാലും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ 2ഉം 3ഉം I thought it is correct and I went for it. And that is the correct answer. Okay. So നമുക്ക് എക്സാക്ട്ലി അറിയില്ലെങ്കിൽ തന്നെ പല ക്വസ്റ്റ്യനും ഇതൊക്കെ ആലോചിച്ച് എടുക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% കൂടുതൽ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഗെയിൻസ് ഉണ്ടാവും. കാരണം ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ +2, തെറ്റിയാൽ -0.66 മാത്രമേ പോകുന്നുള്ളൂ. റൈറ്റ്. സോ ട്രൈ ടു ഡു ആസ് മച്ച് ആസ് പോസിബിൾ ഇഫ് യു ഹാവ് സം ഐഡിയ. എന്തെങ്കിലും ഒരു ലോജിക്ക് എന്തെന്നുണ്ട്. ആൻഡ് കുറേ നമ്മൾ മോക്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇൻ ജനറലി ലോജിക്ക് കറക്റ്റാണ് വരുന്നത്, മാർക്ക് ഗസ് ചെയ്യുമ്പോൾ കൂടുന്നുണ്ട് എന്നുള്ളത്. സോ ദീസ് ആർ സം ഓഫ് ദ പിക്ചേഴ്സ് ഐ പുട്ട് ഫോർ മലബാർ സിവറ്റ്. ഞാൻ കണ്ടിട്ടുള്ളതും ഇങ്ങനെയുള്ള പിക്ചേഴ്സാണ് രാത്രി എടുത്തത്. കാരണം എപ്പോഴും ഈ രാത്രി എടുക്കുന്ന പിക്ചേഴ്സ് കണ്ണ് തിളങ്ങും. ഓക്കെ, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ണ് ഒരു ഷൈൻ ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പം ഇതിലൊക്കെ കാണുമ്പോൾ ബിക്കോസ് ദേ ആർ നൈറ്റ് പിക്ചേഴ്സ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ മലബാർ സിവറ്റിനെ കണ്ടിട്ടുള്ള എല്ലാ പിക്ചേഴ്സും തന്നെ ഐസ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന ഐസാണ്. സോ ഐ ന്യൂ ഓക്കെ ഇറ്റ് ഇസ് nocturnal. Which of the following organisms perform a waggle dance for others for the kin to indicate the direction and distance to a source of their food? This is a question that some of you would know, but even if you don't know, and I tell you, you have to select one option. Which would you select? One thing we can think is waggle dance to indicate to others of the kin. അല്ലേ, അതായത് ഇതൊരു ഗ്രൂപ്പിലായിരിക്കണം. എന്നാൽ മാത്രമല്ല ഇറ്റ് മേക്ക് സെൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കിൻ. റൈറ്റ്. കുറേ കൂടെ ഗ്രൂപ്പിലോ കോളനീസിലോ താമസിക്കുന്ന ഇൻസെക്റ്റ് ആയിരിക്കണം. ബിക്കോസ് ദെൻ ഇറ്റ് മേക്ക് സെൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഹാവ് എ ഇലാബറേറ്റ് കമ്മ്യൂണിക്കേഷൻ റിച്വൽ ഓർ വെരി ഡീപ്ലി ഡെവലപ്ഡ് ആൻഡ് കോംപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം. മേക്സ് മോർ സെൻസ് വെൻ ഇറ്റ് ഈസ് എ കൊളോണിയൽ ഇൻ ദ സെൻസ് സംതിങ് ദാറ്റ് ലിവ്സ് ഇൻ എ കോളനി. സോ അപ്പോൾ ഐ തോട്ട് ഓക്കെ ഡ്രാഗൺ ഫ്ലൈസ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി നടക്കുന്നതാണ്. പിന്നെ ബട്ടർഫ്ലൈസും ജനറലി കണ്ടിട്ടുള്ളത് ഒറ്റയ്ക്ക് പോകുന്ന ബട്ടർഫ്ലൈസാണ്. സോ ഐ എലിമിനേറ്റഡ് ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ്. പിന്നെ ഉള്ളത് ഹണിബിയും വാസ്പുമാണ്. അപ്പോൾ ഇതിനകത്ത് ഐ തോട്ട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്ന, അല്ലെ കുറച്ചും കൂടെ നമ്മളൊരു ബ്രെയിനിൽ അത്ര ഡെവലപ്ഡ് അല്ല, എന്നാലും കുറച്ചും കൂടെ ആലോചിക്കുന്നതായിട്ടും ഇമോഷണലായിട്ടും അല്ലെങ്കിൽ കുറേ കൂടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ഏതായിട്ടാണ് പൊതുവെ കാണാറ്. ഞാൻ ആലോചിച്ചപ്പം ഹണി ബീസിനകത്തൊരു ക്വീൻ ബീ ഉണ്ടാകും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ കുറേ ഹണി ബീസൊക്കെ കൂടെ സഹായിക്കും. ഒരു ഇൻ ജനറൽ കുറേ കൂടെ ഒരു ക്ലോസ്ലി നിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വാസ്പിനേക്കാളും. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ തോട്ട് അറ്റ് ദാറ്റ് പോയിന്റ്. ഇത് കറക്റ്റ് ആകണമെന്നില്ല, ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഓക്കെ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ റിച്വൽസ് മേക്ക് സെൻസ് ഇൻ ഹണി ബീ. And if I have to choose one between honeybee and wasp, I would go for honeybee. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ആക്ച്വലി ആലോചിച്ച് ചെയ്തതും. ആൻഡ് ദി ആൻസർ ഇസ് honeybee. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ ഈവൻ ഇഫ് യു കാണ്ട് ഗെറ്റ് ദി എക്സാക്ട് ആൻസർ, നിങ്ങൾക്ക് രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാം അല്ലേ. എയും ബിയും എലിമിനേറ്റ് ചെയ്തിട്ട് ദെൻ ഗോ ഫോർ വൺ വിച്ച് യു തിങ്ക് ഇസ് റൈറ്റ്, സി ആൻഡ് ഡി. പല ക്വസ്റ്റ്യൻസും ഇങ്ങനെയാണ്. 50% നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ബാക്കി 50% ഡൗട്ട് വരിക. ഐ വുഡ് സേ ഗോ വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. ആദ്യം ആലോചിക്കുന്നത്, ഡോണ്ട് ഓവർ തിങ്ക്. ആദ്യം ആലോചിച്ച് മനസ്സിൽ തോന്നുന്നത് ഗോ ഫോർ ഇറ്റ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ആദ്യം ആലോചിക്കുന്നതായിരിക്കും കറക്റ്റ്. പിന്നെ വാട്ട് ഐ ഡു ഇസ് ഐ ചേഞ്ച് മൈ ഫസ്റ്റ് തോട്ട് ഓൺലി ഇഫ് ഐ ഹാവ് എ വെരി സ്ട്രോങ് ലോജിക് അഗെയിൻസ്റ്റ് ഇറ്റ്. ഞാൻ ഇതുവരെ ആലോചിക്കാത്ത എന്തെങ്കിലും ഒരു ഐഡിയ വന്നു ആൻഡ് ഇറ്റ് മേക്സ് വെരി സെൻസ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സെക്കൻഡ് ടൈം തിങ്ക് ചെയ്തിട്ട് ആൻസർ മാറ്റാറുള്ളൂ. ഓക്കെ, ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് വിച്ച് യു ഡു ഇൻ ദ സെക്കൻഡ് റൗണ്ട്. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറ്. ഇപ്പം ആക്ച്വലി പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലും ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തതല്ല. ഓക്കെ, സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഓൾ ഓഫ് ഇറ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Some mushrooms have a medicinal property.
Some mushrooms have psychoactive properties. Some mushrooms have insecticidal properties. Some mushrooms have bioluminescent properties. Which option would you mark if I tell you that you have to mark an option? Okay. നമുക്ക് മഷ്റൂംസിനെ പറ്റി എല്ലാം ഒന്നും അറിയത്തില്ല, ഒരു ജനറൽ ധാരണ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്കറിയാം സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ദിസ് ഇസ് സംതിങ് ദറ്റ് ഐ ഹാഡ് റെഡ് അബൌട്ട്. ഏത് മഷ്റൂമാണെന്നൊന്നും അറിയില്ല, പക്ഷേ ട്രൈബ്സ് ഒക്കെ മഷ്റൂംസ് ചിലതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈവൻ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ യു നോ മഷ്റൂം ഇസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ലേ, ആൻഡ് ന്യൂട്രിയൻസ്. സോ നമുക്ക് അതിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഒരു മഷ്റൂമിനും ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ I think all of you would know that one would be anyway right. Some mushrooms have psychoactive properties എന്നുള്ളതും I think most of you would have read it somewhere or heard it പറയുന്നതായിട്ട്. മഷ്റൂംസ് പല മഷ്റൂംസും NDPS ആക്ടിനകത്ത് വരുമെന്നും മഷ്റൂംസ് ഇസ് യൂസ്ഡ് ആസ് എ റീക്രിയേഷണൽ ഡ്രഗ് എന്നും ഒക്കെ കേട്ടിട്ടുണ്ടാകും. ദിസ് ഇസ് ഓൾസോ ജനറൽ നോളജ്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം ആർക്കും ഡൗട്ട് ഉണ്ടാകില്ല. 3ഉം 4ഉമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. 3ഉം 4ഉം ഇഫ് ഐ ആസ്ക് യു ശരിയാവാനാണോ കൂടുതൽ ചാൻസ് തെറ്റാവാനാണോ കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് വുഡ് യു സേ? നമുക്ക് നോക്കാം. 3 is some mushrooms have insecticidal properties. ഏതെങ്കിലും ഒരു മഷ്റൂമിന് ഒരു ചെറിയ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് ആവത്തില്ലേ? മാത്രമല്ല ലോകത്ത് ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ടൈപ്പ് ഓഫ് മഷ്റൂംസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിന് പോലും ഒരു ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയാൻ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻ ജനറൽ ബൈ ഡീഫോൾട്ട് ഇങ്ങനത്തെ സംതിങ് ഹാവ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയുന്ന ബൈ ഡീഫോൾട്ട് അസ്യൂം ഇറ്റ് ബി റൈറ്റ്. ബട്ട് ഇഫ് യു ഹാവ് എ വെരി സ്പെസിഫിക് ആൻഡ് ക്ലിയർ ലോജിക് ഓൺ വൈ ഇറ്റ് ഇസ് റോങ് then mark it as wrong. Okay, by default 3 കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും എനിക്കൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ വരുന്നതൊക്കെ ജനറലി ബൈ ഡീഫോൾട്ട് കറക്റ്റ് ആയിരിക്കുമെന്ന്. സോ അതുകൊണ്ട് തന്നെ ഞാൻ 3 മാർക്ക് ചെയ്തു. 4th ക്വസ്റ്റ്യൻ, സം മഷ്റൂംസ് ഹാവ് ബയോലൂമിനസെന്റ് പ്രോപ്പർട്ടീസ്. നേരത്തെ പറഞ്ഞ ലോജിക് അഗെയിൻ ഇറ്റ്സ് ആപ്ലിക്കബിൾ. വി ഡു നോട്ട് നോ അബൌട്ട് ഓൾ ദ മഷ്റൂംസ്. സോ ഇൻ ജനറൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ചെറിയൊരു ബയോലൂമിനസെന്റ് പ്രോപ്പർട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇല്ല എന്ന് വിചാരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവർ ആലോചിച്ചിടത്തില്ല. ബിക്കോസ് ഇഫ് മഷ്റൂം ഡിഡ് നോട്ട് ഹാവ് എ ബയോലൂമിനസെന്റ് പ്രോപ്പർട്ടി ആൻഡ് ദേ ഹാവ് ടു പുട്ട് എ റോങ് ഓപ്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ഈ ബയോലൂമിനസെൻ്റ് എന്നുള്ളത് ഒരിക്കലും അവരുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്ക് അധികം വരാൻ സാധ്യത കുറവാണ്. കാരണം ഇഫ് യു ഹാവ് ടു മേക്ക് എ റോങ് ഓപ്ഷൻ യു വുഡ് സേ മേ ബി സം മഷ്റൂംസ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു അഡ്ജക്റ്റീവോ നൗണോ ഒക്കെ ആയിരിക്കും. പോയ്സണസ് ആയിട്ടുള്ള മഷ്റൂം ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും ആലോചിക്കുക. ബയോലൂമിനസെൻ്റ് എന്നുള്ളതൊന്നും പെട്ടെന്ന് ആലോചിച്ചിടുന്ന ഓപ്ഷൻസ് അല്ല. അപ്പോൾ അതുകൊണ്ടും ഐ തോട്ട് ഓക്കെ ദിസ് മേക്ക് സെൻസ് ആൻഡ് ദാറ്റ് ഇസ് ദി ആൻസർ. 1, 2, 3, 4 ഓൾ ആർ റൈറ്റ്. ഇതിൽ 1ഉം 2ഉം ക്ലിയർ ആയിട്ട് ഐ ന്യൂ ആൻഡ് 3 and 4 ഐ തോട്ട് ഓക്കെ ദിസ് മേക്ക് സെൻസ് ആൻഡ് 1, 2, 3, 4 ഓൾ ആർ റൈറ്റ്. 17th question. Consider the following statements regarding the Indian squirrel. Again, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വായിച്ച് പലവരും ഓക്കെ ഇന്ത്യൻ സ്ക്വിറൽസിനെ പറ്റി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. ട്രൈ ദിസ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് യു ഇപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ യു വുഡ് ഗെറ്റ് ദി കറക്റ്റ് ആൻസർ. ഐ എം ഷുവർ യു കൻ തിങ്ക് അബൌട്ട് അറ്റ്ലീസ്റ്റ് യു കൻ കം ടു 2 options. Okay. They build nest by making burrows in the ground. They store their food materials like nuts and seeds in the ground. They are omnivorous. 3 ഓപ്ഷനും വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുമായിരിക്കും. ബട്ട് ഐ എം ടെല്ലിങ് യു ഡു ഇറ്റ്. ദേ ആർ ഓംനിവോറസ്. ഇത് ഐ തോട്ട് മേക്ക് സെൻസ്. കാരണം ഐ ന്യൂ നട്ട്സൊക്കെ കഴിക്കുകയും ചെയ്യും. ചെറിയ ഇൻസെക്ട്സും ഒക്കെ സ്ക്വിറൽസ് ചിലപ്പോൾ കഴിക്കും. ഓക്കെ, ചെറിയ എന്തെങ്കിലും വണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മരത്തിലൊക്കെയുള്ള ഇൻസെക്ട്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ ഫോർ മീ 3 മെയ്ഡ് സെൻസ്. 1ഉം 2ആണ് ഐ ഹാഡ് എ ഡൗട്ട്. They build nest by making burrows in the ground. ലോജിക്കലാണ് മേ ബി ബറോസ്. പക്ഷേ ഐ ഓൾസോ ന്യൂ ട്രീസിലും ഒക്കെ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ട്രീസിലാണ്. ബട്ട് ഇറ്റ് മേക്ക് സെൻസ് ദാറ്റ് ദേ മേക്ക് ബറോസ് ഇൻ ദ ഗ്രൗണ്ട് ഓൾസോ. നമ്മൾ പല ആനിമേറ്റഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും സ്ക്വിറൽസ് പോലെയുള്ളതൊക്കെ മേക്ക് ബറോസ് ഇൻ ദ ഗ്രൗണ്ട്. ബട്ട് വി ഡു നോട്ട് നോ. ദേ സ്റ്റോർ ദെയർ ഫുഡ് മെറ്റീരിയൽസ് ലൈക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട്. If 1 is right, then okay, it makes sense that 2 is also right അല്ലേ? ബറോസ് ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് ദാറ്റ് ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ലൈക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട് as well. So either option can be both are wrong
and only 3 is right, or all 3 are right അല്ലേ? അങ്ങനെയാണെങ്കിൽ I would say go for either only 1 or all 3. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ you have come to 50-50. okay, exactly ഇങ്ങനെ ആവണമെന്നില്ല, but this is a general idea. ഇതിൻ്റെ ആക്ച്വൽ ആൻസർ is still debated because പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ പലവരും ആർ ടെല്ലിങ് ഡിഫറെൻറ്റ് ആൻസേഴ്സ്, ആൻഡ് ഓൾസോ UPSC ഹാസ് നോട്ട് റിലീസ് ദ കീ. ബട്ട് ദ തിങ് ഇസ്, ഇതിനകത്ത് ഡൗട്ട് വരാൻ കാരണം ഇന്ത്യൻ സ്ക്വിറൽസ് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ്. ഇൻ ജനറൽ ഇന്ത്യൻ സ്ക്വിറൽസ് മേക്ക് നെസ്റ്റ് ഇൻ ട്രീസ്. ഓക്കെ, അതുകൊണ്ട് സം പീപ്പിൾ ആർ സെയിങ് 1 is wrong, ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ലൈക്ക് നട്ട്സ് ഇൻ ദ ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട്. ഇതും ചിലപ്പോൾ ചെയ്യും, ബട്ട് ഇൻ ജനറലി ചെയ്യത്തില്ല എന്നും ഒരു അസംഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സം പീപ്പിൾ ഹാവ് ഗിവൺ ദി ആൻസർ ആസ് all 3 are right, some people have given the answer as only 1 is right, and some people are saying 1 is wrong but 2 is right, because Indian squirrels നെസ്റ്റിലാണ് ട്രീസ് ഉണ്ടാക്കാറ്, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് സീൻ ഓൾസോ, റൈറ്റ്? സ്ക്വിറൽസ് നെസ്റ്റിലാണ്, ഇന്ത്യയിലുള്ള സ്ക്വിറൽസ്. ആൻഡ് 2 ബട്ട് സംടൈംസ് ഇറ്റ് ഇസ് റൈറ്റ് എന്നും പറയുന്നവരുണ്ട്. ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും തെറ്റിയെന്ന് വിചാരിച്ച് യു വിൽ നെവർ ബി ഔട്ട് ഓഫ് പ്രിലിംസ് കണ്ടൻഷൻ. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ ഓൺലി ഫ്യൂ പീപ്പിൾ വിൽ ഗെറ്റ്, ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ അറ്റംപ്റ്റ് ഇറ്റ്, ബിക്കോസ് നമുക്ക് 2 ഓപ്ഷൻ ആവാനാണ് കൂടുതൽ ചാൻസ്, ഐദർ all 3 or only 1, ആൻഡ് ഐ ഹാഡ് മാർക്ക്ഡ് ഐ തിങ്ക് all 3. അപ്പം ഐ തിങ്ക് മോസ്റ്റ്ലി ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും, ബട്ട് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. നമുക്കൊരു ലോജിക് ഉണ്ട്, തിങ്ക് ആൻഡ് ഡു. ഇൻ ജനറൽ ഐ വുഡ് സേ ഡോണ്ട് ലീവ് ഇറ്റ്, കാരണം നമുക്ക് ലീവ് ചെയ്യാൻ ഒരു പ്രവണത ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആലോചിക്കത്തില്ല. ഓക്കെ, ഇഫ് യു ഹാവ് സം ലോജിക് ആൻഡ് നമുക്ക് മനസ്സിൽ നിന്നൊരു ഇത് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്. ഐ ഓൺലി ലീവ് എ ക്വസ്റ്റ്യൻ ഇഫ് ഐ ഹാവ് ലൈക്ക് അബ്സല്യൂട്ട്ലി നോ ഐഡിയ ആൻഡ് മനസ്സിൽ തന്നെ തോന്നും ഇത് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ബട്ട് ഇൻ ജനറൽ ഞാൻ ഈ കഴിഞ്ഞ പ്രിലിംസിനൊന്നും ലീവ് ചെയ്തിട്ടില്ല. ഐ ഹാവ് അറ്റംപ്റ്റഡ് ഓൾ ക്വസ്റ്റ്യൻസ്, ബിക്കോസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു മനസ്സിൽ തോന്നും ഓക്കെ ഇതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന്. Try out different strategies in different mock tests, and then you can also come to a strategy that works for you. Okay, for me, the strategy of attempting all questions have always worked. Okay, consider the following statements. Some microorganisms can grow in environments with temperatures above the boiling point of water. Some microorganisms can grow in environments with temperature below the freezing point of water. Some microorganisms can grow in highly acidic environments with pH below 3. This is also a question like mushroom. Like some microorganisms ആണ് ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ തന്നെ this would be right. So അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഐ തോട്ട് ഓക്കെ all 3 are right, but I would cross check it. ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ വാട്ട് ഐ തോട്ട് ഇസ്, ഞാൻ ജോഗ്രഫി പഠിച്ചപ്പോൾ മാപ്സ് പഠിക്കുമ്പോഴത്തേക്ക് പല പല റീജിയൻസിലുള്ള മൗണ്ടൻ റേഞ്ചസും ലേക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡിപ്രഷൻസും പഠിച്ചിട്ടുണ്ട്. ലേക്സും ഡിപ്രഷൻസും ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഡനാക്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ആഫ്രിക്കയിലൊക്കെ എത്യോപ്യയിലെ ഒരു സ്ഥലം പഠിച്ചിട്ടുണ്ട്. അവിടെ ഇറ്റ് ഇസ് ഹൈപ്പർ സലൈനുമാണ്, ഭയങ്കര ഹൈപ്പർ തെർമലുമാണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈലി സലൈനുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഐ റിമെമ്പർ റീഡിങ് മൈക്രോ ഓർഗാനിസംസിന് സയൻറ്റിസ്റ്റ് ഹാവ് ഫൗണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഐ തോട്ട് ഓക്കെ ഹൈ ടെമ്പറേച്ചറിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, ആൻഡ് ഹൈലി അസിഡിക്കും അല്ലെങ്കിൽ ബേസിക്കും സലൈനുമായിട്ടുള്ള എൻവയോൺമെൻറ്റിലും ദേ ആർ ഫൗണ്ട് എന്ന് ഐ തോട്ട്. ഓക്കെ, സോ ദാറ്റ് മേക്സ് സെൻസ്. 1 should therefore be right. പിന്നെ ഐ ഹാഡ് ഓൾസോ റെഡ് സംവെയർ ദാറ്റ് ഈ ടാർഡിഗ്രേഡ്സ് എന്നുള്ള ഓർഗാനിസംസിന് സം സ്പേസ് ഓർഗനൈസേഷൻ ഹാഡ് സെൻഡ് ടു മൂൺ ടു സീ ഇഫ് ദേ കുഡ് സർവൈവ് ഇൻ മൂൺസ് എൻവയോൺമെൻറ്റ്. അപ്പം ഐ തോട്ട് ഓക്കെ, and the news article had said, and these tardigrades could survive in dormant stage in extreme conditions, even in conditions like moon and space. അതുകൊണ്ട് തന്നെ I thought okay, again it makes sense that okay, some organisms can actually survive in ഇങ്ങനത്തെ harsh conditions. And last statement, pH below 3, Yellowstone നാഷണൽ പാർക്കിലൊക്കെ you would have learned ഈ acidic springs ഉള്ള സ്ഥലത്തൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആർ ദെയർ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഐ തോട്ട് ബിലോ ഫ്രീസിങ് പോയിന്റ് ഐ ഹാഡ് വൺ മോർ ലോജിക്. ഇൻ ജനറൽ സ്റ്റെറൈലാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത് സ്റ്റെറൈലാക്കണമെങ്കിൽ വാട്ട് യു വുഡ് ഡൂസ് യു വിൽ ബോയിൽ ഇറ്റ് അല്ലേ, ബോയിൽ ഇറ്റ് ടു ഹൈ ടെമ്പറേച്ചർ. അപ്പം ഇൻ ജനറൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റെറൈലാവും, പക്ഷേ ഫ്രീസ് ചെയ്താൽ അത്രയും സ്റ്റെറൈൽ ആകത്തില്ല. നിങ്ങളൊരു സാധനം ഫ്രീസ് ചെയ്താൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ
ഗ്രോത്തും ആക്ടിവിറ്റിയൊക്കെ കുറയും, ബട്ട് ഇറ്റ് വിൽ ലൈ ഇൻ എ ഡോർമെൻറ്റ് സ്റ്റേജ്. ഇപ്പോഴും ഐസ് ഗ്ലേഷ്യേഴ്സിൻ്റെ ഇടയ്ക്കെല്ലാം മൈക്രോ ഓർഗാനിസംസ് ആർ ലൈങ് ഇൻ ഡോർമെൻറ്റ് സ്റ്റേജ് എന്ന് വി നോ. In general, even if you freeze it to below 0 degrees Celsius, they would still be alive. It's just that their growth and propagation would slow down. അപ്പോൾ ഇത്ര ആലോചിച്ചപ്പം by every logic I am getting all three are right, and by default also I assume that it will be right. Everything is matching and I went for all three, and that is the right answer. Okay. 19th question. Which one of the following makes a tool with a stick to scrape insects from a hole in a tree or a log of wood? ഇത് നാഷണൽ ജോഗ്രഫിക്ക് കണ്ടവർക്ക് മേ ബി ഇത് കണ്ടിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ടൂൾ വിത്ത് എ സ്റ്റിക്ക് ടു സ്ക്രേപ്പ് ഇൻസെക്ട്സ് ഫ്രം എ ഹോൾ ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് വുഡ്. ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് അത്യാവശ്യം ഫ്ലെക്സിബിളും ഡെക്സ്റ്ററസും ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, അല്ലേ? ഫോർ എക്സാമ്പിൾ ഓട്ടറിന് കൈയൊക്കെ ചെറിയ കൈയാണ്, വായ വെച്ച് വേണ്ടി വരും ഇതൊക്കെ ചെയ്യാൻ. ബട്ട് ഇറ്റ് മേക്ക് സെൻസ് ഫോർ സംതിങ് ലൈക്ക് എ ചിമ്പാൻസി ഓർ സംതിങ് ദാറ്റ് ഹാസ് ഹൈ ഡെക്സ്ട്രിറ്റി വിത്ത് ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് ടു ബി ഏബിൾ ടു ഡൂ ദിസ്, അല്ലേ? ഇത് ഈ പറയുന്ന കാര്യം ചെയ്യണമെങ്കിൽ, അതായത് ടൂള് വെച്ച് ഇൻസെക്റ്റിന് ഒരു ട്രീനകത്ത് നിന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുമ്പം ഒറാങ്ങോട്ടാങ്ങിന് മാത്രമേ സാധ്യതയുള്ളൂ, or ഏറ്റവും കൂടുതൽ സാധ്യത. സ്ലോത്ത് ബിയർ ആണെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, സ്ലോത്ത് ബിയറിൻ്റെയൊക്കെ കൈ ഒരു കരടീൻ്റെയൊക്കെ പോലെ തന്നെ, അത്ര ഡെക്സ്ട്രസ് ഒന്നും അല്ല, കുറേ ക്ലോസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് റിയലി പോസിബിൾ ഫോർ എ സ്ലോത്ത് ബിയർ ടു മേക്ക് എ ടൂൾ വിത്ത് എ സ്റ്റിക്ക്. കാരണം ഇറ്റ്സ് നോട്ട് എ സംതിങ് ദാറ്റ് ഇസ് നാച്ചുറലി അവൈലബിൾ, റൈറ്റ്? ഒരു ടൂൾ ഉണ്ടാക്കുവാണ് ആൻഡ് സ്ക്രേപ്പിംഗ് ദി ഇൻസെക്ട്. സോ if you have to choose one, B makes the most sense and go for it. Okay. And B is the right answer. 20. How many of the above are hydrofluorocarbons used? In making of how many of the above are hydrofluorocarbons used? ഇങ്ങനത്തെ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ തരുമ്പം ബൈ ഡീഫോൾട്ട് what I would go for is all 4 unless I know something to be not there. By default ആയിട്ട് I would assume that ഇങ്ങനെ നമുക്ക് എക്സാക്ട്ലി അറിയാത്ത കാര്യങ്ങൾ കുറച്ച് തരുവാണെങ്കിൽ ബൈ ഡീഫോൾട്ട് ഐ അസ്യൂം ഇറ്റ് ബി റൈറ്റ്, ബട്ട് ഐ വുഡ് അഗെയിൻ തിങ്ക് ഫോർ സം ലോജിക്. ഇതിനകത്ത് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് മോസ്റ്റ് ഓഫ് യു വുഡ് നോ. ക്ലോറോഫ്ലൂറോ കാർബൺസ് യൂഷ്വലി ആദ്യം റെഫ്രിജറൻസിലൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ഓസോൺ ഡിപ്ലോഷൻ വരാൻ കാരണമാക്കിയതുകൊണ്ട് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് കൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ കിഗാലി അഗ്രിമെൻ്റ് ഒക്കെ വായിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്താണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും. അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത്ര ഒരു ഐഡിയ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് നോ. ആൻഡ് ഇൻ കിഗാലി അഗ്രിമെൻറ്റ് ദേ വാണ്ട് ടു കട്ട് ഡൗൺ ഓൺ HFCs ബിക്കോസ് ഇറ്റ് ഈസ് ലീഡിങ് ടു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ്. അപ്പം ഐ ന്യൂ ദാറ്റ് HFCs are a substitute for chlorofluorocarbons which are used in refrigerators, okay, because they have thermodynamic properties and it is non-toxic. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് they are used. എയറോസോൾസും ഫോം ഏജൻസും ഫയർ റിട്ടാർഡൻസും ലൂബ്രിക്കൻസും ഒക്കെ ഇൻ ജനറൽ ഇറ്റ് മേഡ്സ് സെൻസ് ടു സേ നമുക്ക് എക്സാക്ട്ലി വി ആർ നോട്ട് സപ്പോസ് ടു നോ ഏതിലൊക്കെയാണ്, ഓക്കെ, എല്ലാം വി ആർ നോട്ട് സപ്പോസ് ടു നോ. ബട്ട് ലോജിക്കലി ആലോചിക്കുമ്പം എയറോസോൾ സംതിങ് ജസ്റ്റ് ലൈക്ക് എ ഗ്യാഷ്യസ് തിങ് ആൻഡ് അതിനകത്ത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇറ്റ് മേക്ക് സെൻസ്. നോൺ പോയ്സണസ്, പിന്നെ ഈ എളുപ്പത്തിൽ ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള അതൊക്കെ കൊണ്ടാണ് CFCസും HFCസും ആർ യൂസ്ഡ് ഇൻ റെഫ്രിജറൻസ് ബിക്കോസ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ്. ആൻഡ് ദീസ് പ്രോപ്പർട്ടീസ് മേക്ക് സെൻസ് ഇൻ എയറോസോൾസ്, ഫോം ഏജൻറ്റ്സ്, ഫയർ റിട്ടാർഡൻസ് ആൻഡ് ലൂബ്രിക്കൻസ്. എല്ലാത്തിലും ദീസ് പ്രോപ്പർട്ടീസ് മേക്ക് സെൻസ്. ഞാൻ ഇങ്ങനെയും കൂടെ ആലോചിച്ചപ്പം ഐ തോട്ട് ഓക്കെ, ദർ ഇസ് നോ റീസൺ ഫോർ മീ ടു തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബി റോങ്. റോങ് ആവുന്നത് വെൻ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി റോങ് ആകുമ്പോഴാണ് തെറ്റാകുന്നത്. സോ അൺലെസ് സംതിങ് ഇസ് ഒബ്വിയസ്ലി റോങ്, in general assume it to be right. Fine. And answer is actually all 4. ഇങ്ങനത്തെയൊക്കെ ലോജിക്സ് വരുന്നത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആൻസേഴ്സും കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് വീൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, മിക്കവാറും ഇത് ശരിയായിരിക്കും, മിക്കവാറും തെറ്റായിരിക്കും എന്നല്ല. ഇപ്പോൾ ഞാൻ 10 ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ ആക്ച്വലി എക്സാമിന് ചെയ്തതും കൂടെയാണ്. ഈ 10 ക്വസ്റ്റ്യൻ ഐ തിങ്ക് 8 ശരിയായി. ഇൻ ദ എക്സാം ഈ നട്ട്സിൻ്റെ ക്വസ്റ്റ്യൻ ഐ വാസ് നോട്ട് ഷുവർ ആൻഡ് സ്റ്റിൽ ഐ എം നോട്ട് ഷുവർ ആൻഡ് ഐ തിങ്ക് ഐ ഓൾസോ മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ടോൾഡ് യു, ദ 11th ക്വസ്റ്റ്യൻ. ബട്ട് 10 ക്വസ്റ്റ്യൻ അറിയാത്ത ചെയ്തിട്ട് ഐ ഗോട്ട് 8 ഓഫ് ഇറ്റ് റൈറ്റ്, ആൻഡ് ദാറ്റ് ഇസ് എ പ്രിറ്റി ഗുഡ് accuracy percentage.
ഇത് ഞാൻ പറയാൻ കാരണം ഇത് എല്ലാവർക്കും ഇങ്ങനെ ആലോചിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കുറേ കറണ്ട് അഫയേഴ്സ് ഒക്കെ വായിച്ച് ഒരു ജനറൽ റീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈവൻ വെൻ യു ഡോണ്ട് നോ ദി എക്സാക്ട് ആൻസർ ടു എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആലോചിച്ച് യു ക്യാൻ കം ടു റൈറ്റ് ആൻസർ. Okay, so when you're trying mocks, try to apply logics as much as possible, and at some point you will understand which logics work most of the time and which logics does not work. Okay, നിങ്ങൾ 100% പഠിച്ചു പോകുന്ന ചോദ്യങ്ങൾ അധികം വരത്തില്ല. 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടാകത്തില്ല. ഐ വുഡ് സെറ്റ് മാക്സിമം 20 to 30 ക്വസ്റ്റ്യൻസിൽ യു വുഡ് നോ ഫോർ ഷുവർ. ബാക്കി മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിങ്ങനെ ആലോചിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ 10 ക്വസ്റ്റ്യനിൽ ദർ ആർ നോ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ന്യൂ ഫോർ ഷുവർ 100% ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ. പക്ഷേ 8 ക്വസ്റ്റ്യൻ എന്നിട്ടും ചെയ്യാൻ പറ്റി. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ മോസ്റ്റ് ഓഫ് യു വുഡ് ഡെഫിനറ്റ്ലി ക്ലിയർ. ഫൈൻ, താങ്ക് യു. Amrita IAS Academy.